അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കുടുംബങ്ങളിൽ വളരെ ആശ്വാസത്തിൻ്റെ വാക്കുകളുമായി സന്തോഷം നിറയ്ക്കാനുള്ള സന്തോഷ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എളിയ പരിശ്രമമാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് നിങ്ങളുടെ മുന്നിൽ വെക്കാറുള്ളത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതൊക്കെ പീസ് റേഡിയോ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. തീർച്ചയായും അതിനൊക്കെയുള്ള പരിഹാരം ഇൻഷാ അല്ലാഹ് ഒരു ദീനീ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നൽകാൻ പലപ്പോഴും അതിനുള്ള സംവിധാനങ്ങൾ പീസ് റേഡിയോ ഒരുക്കുന്നുണ്ട്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതുപോലെയുള്ള സ്നേഹക്കൂട് അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. വേറെയും ഒരുപാട് പ്രോഗ്രാമുകൾ ആ മേഖലയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത് ഏകദേശം ഒരു പകുതിയിൽ നിർത്തിയ, അല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് സമയം ലഭിച്ചു എന്നുള്ളതാണ് ഒരു വിഷയം. ദാമ്പത്യ ജീവിതത്തിലെ വിവാഹമോചനങ്ങൾ പെരുകാൻ, അത് കൂടാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. ദാമ്പത്യ ജീവിതങ്ങൾ ശിഥിലമാവാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും നമ്മോടൊപ്പം ഈ സ്നേഹക്കൂടിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ സയ്യിദ് സാറാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ അദ്ദേഹത്തിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നമ്മൾ വളരെ നല്ല രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖിനോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾ, പീസ് റേഡിയോയുടെ പല പ്രോഗ്രാമുകളും ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ്. അവരുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഇടം ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അള്ളാഹു നിലനിർത്തുകയും ഏറ്റവും നല്ലതിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ശിഥിലമാകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അഡ്രസ്സ് ചെയ്തതെന്ന് എനിക്കറിയില്ല, ന്യൂജൻ കുട്ടികളിൽ അഥവാ ഈ വൈവാഹിക ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന പുതിയ തലമുറയിൽ അതിലേക്ക് എത്തുന്നതിനേക്കാൾ സ്പീഡിൽ അത് മോചനങ്ങൾ സംഭവിക്കുന്നതൊരു വല്ലാത്ത വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് അടുത്ത കാരണങ്ങൾ, ഇങ്ങനെയുള്ള ഡിവോഴ്സുകൾ വർദ്ധിക്കാനുള്ള കാരണം, വാട്ട് ഈസ് ദ റീസൺ ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ, ആ ഒരു മേഖലയിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കിട്ടേണ്ട അംഗീകാരം കിട്ടാതിരിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റു വിഷയങ്ങൾ, ഒന്ന് പരസ്പരം അറിഞ്ഞുകൊണ്ട്, കഴിവുകളും അതുപോലെ തന്നെ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പരസ്പരം ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പരിഹാരം ആണ്. കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകാമെന്നുള്ളതൊക്കെയാണ്. ഇന്ന് നമ്മൾ ഏത് രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ദാമ്പത്യം ശിഥിലമാവുക എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതം ഒരു ഡിവേഴ്സിലേക്ക് നീങ്ങുന്ന ചിന്ത രൂപം കൊള്ളാനുള്ള ഒരു ബേസിക് റീസൺ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ. അതായത് മനുഷ്യർ സാമൂഹ്യ ജീവികൾ എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം സംസാരമാണ്. ഈ സംസാരിക്കുന്ന ആ ഒരു സംസാരം പോസിറ്റീവ് ആവുക എന്നുള്ളതും ആശ്വാസം നൽകുക എന്നുള്ളതും അത് കിട്ടാതെ വരുമ്പോൾ അത് സമൂഹത്തിലും കുടുംബത്തിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതായത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സമയത്തിൻ്റെ ഏറ്റവും നല്ല സമയം ചിലവഴിക്കുന്നത് വീട്ടിലാണ്, മക്കളുടെ കൂടെയാണ്. ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നായകൻ എന്നുള്ള അർത്ഥത്തിൽ ഭർത്താവാണല്ലോ എല്ലാ കാര്യങ്ങളിലും ഒരു ലീഡർഷിപ്പ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ ഈ ലീഡർഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഭർത്താവിൽ നിന്ന് അന്വേഷണങ്ങളും അഭിപ്രായങ്ങളും പരിഗണനയും ഒക്കെ സംസാരത്തിൽ കൂടിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഭർത്താവ് വീട്ടിൽ വരുന്നുണ്ട്, തന്നോട് സംസാരിക്കുന്നില്ല, അഭിപ്രായം ചോദിക്കുന്നില്ല, മക്കളുടെ കാര്യം മുഷാവറ ചെയ്യുന്നില്ല. ഇതൊക്കെ അവർക്കുണ്ടാക്കുന്ന മാനസികമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇന്ന് സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്ന പല രോഗങ്ങളും, അത് പഠനങ്ങൾ തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്.
സാധാരണഗതിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ശാരീരിക രോഗങ്ങളുണ്ട്. പലതും മാനസികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയും. അതായത് എനിക്ക് കിട്ടേണ്ട, ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു പരിഗണന, സ്നേഹം, തലോടൽ, സംസാരം, അത് ഭർത്താവ് എന്നോട് നടത്തുന്നില്ല. ഇപ്പം നാട്ടിൽ നല്ല പ്രശസ്തനാണ്, നല്ല അഭിപ്രായമാണ് അയാളെക്കുറിച്ചുള്ളത്, എല്ലാവർക്കും അയാളെക്കുറിച്ച് സംസാരിക്കാൻ 100 നാവാണ് എന്നൊക്കെ പറയും. പക്ഷെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടും മക്കളോടും അയാൾ സംസാരിക്കുന്നില്ല. നീ സംസാരിക്കുകയാണെങ്കിൽ തന്നെ വളരെ നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, എന്നോട് സംസാരിക്കാത്ത, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്ത, ഷെയറിംഗ് ആണല്ലോ ഇപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ സംവിധാനത്തെ, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലുള്ള കഴിവുകളെ എക്സിബിറ്റ് ചെയ്യാനുള്ള അനവധി അവസരങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കഴിവുകളൊന്നും എൻ്റെ ഭർത്താവ് കാണുന്നില്ല, അയാൾ അംഗീകരിക്കുന്നില്ല, അത് അപ്രീസിയേറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാനെങ്ങാനും വേറെ ആരോടെങ്കിലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതൊരു കൊലപാതകത്തിന് തുല്യമായിട്ടാണ് ഭർത്താവ് കാണുന്നത്, അല്ലേ? ഇപ്പോൾ എനിക്കുള്ള കഴിവ് അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ എൻ്റെ ഭർത്താവ് തരുന്നില്ല, എന്നാൽ അയാൾ ഒട്ട് ആസ്വദിക്കുന്നുമില്ല. ഞാനൊരു സെൻട്രൽ പ്രിസണിൽ ജീവിക്കുന്നത് പോലുള്ള ഒരു ജീവിതം ആണ് നയിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ് മക്കളെ പരിപാലിക്കുക, ഭാര്യയെ പരിപാലിക്കുക. പരിപാലനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, വസ്ത്രം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. പണ്ട് കാലത്ത് അങ്ങനെയുള്ള ഒരു ഡെഫിനിഷനിൽ ദാമ്പത്യം ഒതുങ്ങിയിരുന്നു. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മുടെയൊക്കെ മക്കള് വീട്ടിലെത്തിയാൽ ഈ വെക്കേഷൻ പീരീഡ് ഭയങ്കര പ്രയാസമാണ്. കാരണം ടോളറൻസ് പറ്റ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ കാര്യമൊന്നും ഇന്നത്തെ മക്കളോടും ഭാര്യയോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ ഈ കുട്ടികൾ ആഗ്രഹിക്കുകയാണെന്നോ ഔട്ടിങ്ങിന് പോകണം, ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഒന്ന് ടൂർ പോകണം, അല്ലെങ്കിൽ കുടുംബം സന്ദർശിക്കണം. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യവും നൽകാതിരിക്കുക. എന്നാൽ ഭർത്താവ് എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റായി നിൽക്കുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് എന്തിനാണ് ഞാൻ? ഇതിനേക്കാളും നല്ലത് വൈവാഹിക ജീവിതത്തോട് ഡിവേഴ്സ് വാങ്ങുന്നതാണ്. കാരണം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഉപമകളും അനുഭവ കഥകളും സോഷ്യൽ മീഡിയയിൽ കൂടി ഈ കുട്ടികൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നമ്മൾ രഹസ്യമാക്കിയ പല കാര്യങ്ങളും ഇന്ന് ഓപ്പണാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് അത്തരത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ പോലും ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളോട് ഇവരെന്നെ അല്ലെങ്കിൽ സ്ത്രീകളോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രിസണിൽ ജീവിക്കുന്നത്? എനിക്ക് അയാളിൽ നിന്ന് മോചനം തേടിക്കൂടെ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ഇത്തരം വാക്കുകളൊക്കെ കേട്ടിട്ട് വൈവാഹിക മോചനത്തെ സംബന്ധിച്ച്, വിവാഹ മോചനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ. അത് ഭർത്താക്കന്മാരാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, സമൂഹം ഉണ്ടായിരിക്കും. ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരുണ്ടായിരിക്കും. പലരുമായിട്ടും സംസാരിച്ച് അവൻ്റെ കോട്ട ഏകദേശം പൂർത്തീകരിച്ചിട്ടാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ വീട്ടിലെത്തുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, കഴിയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും അവളുടെ കോട്ട ബാക്കിയാണ്. കാരണം പുരുഷനേക്കാൾ ഇരട്ടി സംസാരം ആഗ്രഹിക്കുന്നവരും ആ ഒരു പ്രകൃതമുള്ളവരുമാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മിസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ശക്തമായ മാനസിക പ്രതിസന്ധികളും രോഗങ്ങളും ഉണ്ടാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് അതിനുള്ള പരിഹാരം. ഇതാണ് സ്ത്രീകൾ ഡിവോഴ്സിന് ആഗ്രഹിക്കുന്ന മറ്റൊരു കാരണം. ഇപ്പോൾ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല ഒരു ആശയവിനിമയം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ പറയുക, 60-20 എന്നുള്ള ഒരു തിയറി ഉണ്ടെന്നാണ്. അഥവാ ഒരു സ്ത്രീ 6 വാക്കുകൾ പറയുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് 2 വാക്യം എന്നുള്ളത്. അഥവാ സ്ത്രീകൾ കൂടുതൽ ടോക്കേറ്റീവാണ്, അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഇഷ്ടവും സംസാരിക്കുക എന്നുള്ളത് കൂടുതൽ താല്പര്യമുള്ളതാണ്. ഇന്നലെ ഞാൻ എൻ്റെ കൂടെ ഒരു ജോലിക്കാരനുമായിട്ട് ഒരു യാത്രയിലാണ്. അപ്പോൾ യാത്രയിൽ ഈ ഭർത്താവിനെ ഭാര്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയാണ്.
അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനാണ്, പക്ഷെ എൻ്റെ ഭാര്യ ഇപ്പൊ എവിടെ എത്തി, എന്താ കഴിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യവും അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ പ്രകൃതാണ്. അപ്പോൾ ആ പ്രകൃതം മനസ്സിലാക്കി ഭാര്യയോട് സംസാരിക്കാൻ ഭർത്താവ് നിന്ന് കഴിഞ്ഞാൽ അവളെ പ്രശ്നം തീർന്നു. എന്നാൽ അതിനുള്ള ഇടം ഭർത്താവ് കൊടുക്കാതിരുന്നാൽ ആ സ്ഥാനത്ത് വേറെ ആൾ വന്ന് കയറും. ഇതുണ്ടാക്കുന്നത് ദേഷ്യം കൂടും. അതാണ് അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ദമ്പതികൾക്കിടയിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആര് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാട്ടിലൊരു പക്ഷേ നമ്മളെക്കുറിച്ച് പറയാൻ 100 നാവുകൾ ഉണ്ടാവാം, നാട്ടുകാർക്കും കൂട്ടുകാർക്കിടയിൽ വളരെ പ്രിയപ്പെട്ടവനാവാം. പക്ഷേ കുടുംബത്തിൽ പോയി ഭാര്യമാരോട് അന്വേഷിച്ചാൽ, അവരോട് നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ, വാട്ട് ഈസ് ദെയർ കമൻറ്റ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടുകാർക്ക് എന്ത് പറയാനുണ്ട്? തീർച്ചയായും അവിടെയാണ് കമ്മ്യൂണിക്കേഷനുള്ള ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടുകാരോടൊപ്പവും നാട്ടുകാരോടൊപ്പവും ധാരാളമായി സംസാരിക്കാനും ഇടപഴകാനും സമയം ചെലവഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അതിന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ഘടകം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കിടയിലുള്ള വീട്ടുകാരിലെ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള സംസാരം എന്നത്. അത് എവിടെ കുറയുന്നുവോ അവിടെ ഇഷ്ടങ്ങൾ കുറയും, അവിടെ പൈശാചികത കൂടി വരും. അതില്ലാതിരിക്കാനാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഭാര്യമാർക്കിടയിൽ അവരോടും മക്കളോടൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുക, ആ കമ്മ്യൂണിക്കേഷൻ എന്നതോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് വേറൊരു കാര്യം കൂടി, ഇന്ന് മൊബൈൽ ഫോൺ വന്നതോടുകൂടി ഭാര്യയുടെ ഫോണുമായിട്ട് ഒരു റൂമിൽ, ഭർത്താവിന്റെ റൂമിൽ. ഇനി ഫോണുകൾ തന്നെ വർദ്ധിച്ചല്ലോ. അപ്പൊ ഈ ഫോൺ ഉപയോഗിക്കേണ്ടെന്നല്ല ഇവിടെയുള്ള പരിഹാരം. ഫോണ് ഉണ്ടെങ്കിൽ പോലും വീട്ടില് ഭാര്യയും ഭർത്താവും മക്കളും എത്തിക്കഴിഞ്ഞാൽ ആ ഫോണിനെ ഒന്ന് സൈലന്റ് സോണിലേക്ക്, 0 മോഡിലേക്ക് മാറ്റിയിട്ട് ഫ്രീ ടൈം, അത് ഒരു 2-3 മണിക്കൂർ 2 പേരും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് നമ്മൾ ബോധപൂർവം ചെയ്തിട്ടില്ല എങ്കിൽ ഒരു വലിയ ദുരന്തം, ഒരു സംശയം വേണ്ട. ഇന്നിപ്പോ ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ വർദ്ധിക്കുന്ന നമ്മൾ കേൾക്കുന്നു. അതിനുള്ള കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്, അല്ലെ? നൈസർഗികമായ ആ നമ്മുടെ ചോദനകളെ അല്ലെങ്കിൽ വാസനകളെ അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കാതെ വരുമ്പോ അവിടെ സ്വാഭാവികമായിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറി തന്നെയാണ് ഇത്തരം അറ്റാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മാനസിക ആവശ്യങ്ങൾ, മെന്റൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, മാനസിക വൈകാരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഷോക്ക് എന്നുള്ളത് വ്യാപകമായ വലിയ രോഗങ്ങളിലേക്ക് എത്തിക്കും. അത് പിന്നെ കണ്ടിന്യൂസ് ആയി മെഡിസിനും ഇഞ്ചക്ഷനും അങ്ങനെ കുത്തി നമ്മൾ നമ്മുടെ ആശ്വാസം കണ്ടെത്തുക എന്നല്ലാതെ അതുകൊണ്ടൊന്നും രോഗം മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതും ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടതും ഈ ഒരു ഇമോഷണൽ മെന്റൽ സപ്പോർട്ടാണ്. പരസ്പരം കേൾക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ചെറിയ അഭിപ്രായം. വൈദ്യലോകത്ത് അതുപോലെ ശാസ്ത്രലോകത്ത് ഉത്തരങ്ങൾ കിട്ടാത്ത, മെഡിസിൻ ലഭിക്കാത്ത ചില മാറാരോഗങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ കാരണങ്ങളും ഇതുപോലെ തന്നെ അന്വേഷിച്ചു പോകുമ്പോൾ ആ രോഗങ്ങൾ അവർക്ക് ബാധിച്ച ഒരു രോഗമായിട്ടല്ല, മാനസികമായി തകർന്നതിൻ്റെ പേരിൽ അവർക്ക് സ്വയം തോന്നുന്ന ചില അനുഭവങ്ങളും അനുഭൂതിയുമാണ്. അനുഭൂതി എന്ന് പറഞ്ഞാൽ ഒരു ദുരനുഭൂതി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി ഒരു രോഗിയല്ല അവർ, ഒരു രോഗം അവർക്കില്ല. പക്ഷെ മാനസികമായി അവർക്ക് വന്ന പ്രയാസങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ നൽകുന്ന പ്രശംസകൾക്ക് പകരമുള്ള വാക്കുകൾ കൊണ്ടുമൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഒക്കെ ഇതുപോലുള്ള മാരക രോഗികളായി മാറുന്നത്. ഫൈനലി എല്ലാവിധ രോഗങ്ങളും ബാധിച്ച് ഒന്നിനും പറ്റാത്ത അവസ്ഥകളിലേക്ക് പോലും എത്തുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനുള്ള ഒരു പരിശ്രമമാണ് നല്ല സംസാരങ്ങൾ, ആശയവിനിമയങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക, ഒരു ഫ്രീ ഫ്രം മൊബൈൽ ഫോൺ എന്നുള്ള ഒരു രൂപം കൂടി നമ്മുടെ വീട്ടിലുണ്ടാക്കുക വളരെ വലിയ ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ആ ടാസ്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊക്കെ മുന്നോട്ട് പോയാൽ അതിൻ്റെ ഗുണം നമുക്കൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് സംസാരിക്കുമ്പോൾ ഫോൺ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു ഫ്രീ സോൺ ഫ്രം മൊബൈൽ എന്നുള്ള രൂപത്തിൽ തന്നെ ചില ബോധപൂർവം നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്യുക. എന്നാൽ ഇതുപോലെയുള്ള കുടുംബ ശൈഥില്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ദാമ്പത്യ മോചനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ ഒരു പരിഹാരമാണ് സർ. അതില്ലാത്തതിൻ്റെ അഭാവം ഇതുപോലെ വിവാഹമോചനങ്ങൾ ആവശ്യപ്പെടാൻ പെൺകുട്ടികളെയും അതുപോലെ തന്നെ ആൺകുട്ടികളെയൊക്കെ പ്രേരിപ്പിക്കും. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് റീസണുകളില്ലേ? അതിൽ
രണ്ടാമത് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു സ്ത്രീ, അപ്പോൾ അവള് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടുള്ളത് പോലെയല്ല, നമ്മൾ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം മതപരമായിട്ടും ഭൗതികമായും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിഗ്രി തലത്തിലും PG തലത്തിലും ഒക്കെ പഠനം പൂർത്തീകരിച്ച ഒരു പെൺകുട്ടിയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു +2 യോഗ്യതയെങ്കിലും പെൺകുട്ടികൾക്ക് ഉണ്ടാവും. ഇങ്ങനെ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി നമ്മൾ അവരെ കല്യാണം കഴിച്ച് വീട്ടിലാക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട കുറേ നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യപ്പെടണം. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല മികവ് പുലർത്തി പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്ക് എൻ്റെ പഠനം പൂർത്തീകരിക്കണം, നല്ല ഒരു ജോലി സമ്പാദിക്കണം, നല്ല ഒരു ജീവിതം നയിക്കണം എന്നൊക്കെ അവരുടെ ആഗ്രഹമാണ്. അപ്പോൾ ഇത്തരം ഡിസയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അവിടെ വലിയ ഷോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ചിലരെങ്കിലും ഭാര്യമാരെ തീരെ അംഗീകരിക്കാതെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പഠനമോ അവരുടെ സുഹൃത്തുക്കളോ അവരുടെ ബന്ധങ്ങളോ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസോ ഒന്നും മുഖവിലക്കെടുക്കാതെ അവരെ ബിലിറ്റിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൊച്ചാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഒന്നിനും ഉയർന്നു വരാൻ അനുവാദം കൊടുക്കാതെ അവരെ ഫ്ലാറ്റാക്കുന്ന ഒരു ക്യാരക്ടറാണ് എങ്കിൽ വീർപ്പ് മുട്ടിക്കൊണ്ടായിരിക്കും ആ ഭാര്യ ആ കുടുംബത്തിൽ ജീവിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ ഭർത്താവ് അർഹമായ പരിഗണന, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാവാം, അല്ലെങ്കിൽ നല്ല ഒരു ജോലിയിലും നല്ല സ്കില്ലുകളൊക്കെ ഉള്ള പലതരത്തിലുള്ള സ്കില്ലുകളും പല സ്ത്രീകൾക്കുണ്ടാവും. ഒന്നിനും നമ്മൾ അവർക്ക് അവസരം കൊടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ അടിച്ചമർത്തപ്പെടുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ഇപ്പോൾ ഒരു ഡോക്ടർ പൊസിഷനിലെത്തിയ ഒരു പെൺകുട്ടി, അവൾ BDS ആണ്, അല്ലെങ്കിൽ MBBS ആണ്, അല്ലെങ്കിൽ MD ആണ്. ഭർത്താവ് പറയാണ്, നീ ജോലിക്ക് വേണ്ട, ജോലി എനിക്കുണ്ട്, അത്യാവശ്യം സാലറി ഉണ്ട്, നിന്നെയും മക്കളെയും ഒക്കെ ഞാൻ പോറ്റിക്കൊള്ളാം. ഓക്കെ, അതൊരു നല്ല തീരുമാനമാണ്. പക്ഷേ അവൾ അതുവരെ ഉണ്ടാക്കിയെടുത്ത യോഗ്യതകളുണ്ട്, അല്ലെങ്കിൽ അവളുടെ കുടുംബം അവളെ പഠിപ്പിച്ച് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഒരു വ്യതാവിലാവുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഇത് പലപ്പോഴും അവളുടെ സമപ്രായത്തിലുള്ള ഫ്രണ്ട്സ്, ജോലി ചെയ്യുന്നവരുണ്ടാവും, നല്ല വിദ്യാഭ്യാസം നേടിയവരുണ്ടാവും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ടാവുന്ന ഒരു സീറോ ഫീലിംഗ് ഉണ്ട്. അതായത് അവരൊക്കെ നല്ല പൊസിഷനിലെത്തി, നല്ല ജോലിയിലെത്തി, നല്ല അവസ്ഥയിലെത്തി, എനിക്ക് അതൊന്നും ആയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഒരു അപകർഷതാബോധം ഇവരുടെ മനസ്സിൽ ഉണ്ടാവുകയും അതവരെ ഹോണ്ട് ചെയ്യും. പിശാചിന് എവിടെയാണോ എൻട്രി ചെയ്യാൻ പറ്റുക അവിടെയാണ് പിശാച് എൻട്രി ചെയ്യുക. എന്നാൽ അവരുടെ ജീവിതം മനോഹരമാണെന്നില്ല. പുറംപൂച്ചില് അവര് സൂപ്പർ ആയിട്ടുള്ള നല്ല സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടാവും, എല്ലാ കെട്ടുമട്ടും ഉണ്ടാവും, പക്ഷെ മനസ്സമാധാനം അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബാഹ്യമായിട്ട് ഇവിടെ നോക്കുമ്പോൾ അവര് ഫീൽ ചെയ്യുന്ന അതാണ്. എന്നിട്ട് അവിടെ ഒരു കമ്പാരിസൺ ടേക്ക് പ്ലേസ് ചെയ്യുന്നു, നടക്കുന്നു. എന്നിട്ട് അവർ ചിന്തിക്കുകയാണ്, നിങ്ങളെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു, ഇതിനേക്കാളും നല്ല എന്താണ്, എന്നെ സ്വതന്ത്രമാക്കുന്നതാണ്. അതിനുള്ള ബേസിക് റീസൺ ഉണ്ടാക്കുന്നതിൽ ഭർത്താവിന് വലിയ പങ്കുണ്ട്. കാരണം വിദ്യാഭ്യാസ യോഗ്യതയും തൻ്റെ ഇടവും പ്രാപ്തിയും ഒക്കെ ഉള്ള ഈ വ്യക്തിയെ വേണ്ട രൂപത്തിൽ അംഗീകരിക്കാതെ പോയി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു നിരാശ ആ പെൺകുട്ടിയിൽ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് വിവാഹമോചനം എന്ന ചിന്ത, അല്ലെങ്കിൽ മറ്റ് ആളുകളുമായിട്ട് ജീവിതം പങ്കുവെക്കാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കുന്നതിൽ ഭർത്താവിന് കൂടി ആ ഒരു റോളുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിലും ഉയർന്ന തസ്തികയിൽ എത്തുന്നതിലും മുൻപന്തിയിലാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ 80% വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നത് പെൺകുട്ടികളാണ്. അപ്പൊ ഇത്തരം വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടികൾക്ക് അതേ നിലവാരത്തിലുള്ള ഭർത്താക്കന്മാരെ ലഭിക്കുന്നില്ല എന്നുള്ളതും, ലഭിച്ച ഭർത്താക്കന്മാർ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്നുള്ള വിപുലമായ ഒരു ആരോപണം അവരുടെ ഇടയിലുണ്ട്. ഇല്ലാന്ന് നമ്മൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇവിടെ പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം, അത് നമ്മൾ പ്രത്യേകിച്ച് സമൂഹം വളരെ മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അഥവാ പെൺകുട്ടികൾ പഠനരംഗത്ത്, അത് സാധാ സ്കൂൾ കാലം തൊട്ട് തന്നെ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ആൺകുട്ടികൾക്ക് എന്തു പറ്റി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പലപ്പോഴും പഠനരംഗത്ത് നമ്മുടെ ആൺകുട്ടികൾ ഇന്ന് ഏറെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അതിന് കാരണം, എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കഴിഞ്ഞ വർഷം ഒരു ഉന്നത കലാലയത്തിലെ അവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ആളുമായിട്ട്
സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനോടൊരു ഇൻ്റർവ്യൂവിൽ കൂടെ വന്ന പെൺകുട്ടികൾ ചോദിക്കുകയാണ്, സർ താങ്കൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ നേരിടുന്ന പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ച പെൺകുട്ടിക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഇന്നത്തെ പ്രശ്നമെന്നാണ്. അപ്പോൾ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞത്, പെൺകുട്ടികളാണ് ഏറ്റവും പ്രശ്നം, കാരണം നിങ്ങൾ പഠിച്ച് ഏറെ മുന്നേറുന്നു. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പറയുന്നത്, ഇന്ന് MBBSൻ്റെ ഫസ്റ്റ് ഇയർ ആവട്ടെ, സെക്കൻഡ് ഇയർ ആവട്ടെ, തേർഡ് ഇയർ ആവട്ടെ, നിങ്ങൾ പോയി പരിശോധിക്കൂ, എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്. ആ സ്ഥാപനത്തിൽ ഏകദേശം 60% പെൺകുട്ടികളാണെന്നുള്ളതാണ്. BSc നേഴ്സിങ്ങിന് അവിടെയുള്ളത് 60 കുട്ടികളിൽ ഒരാൺകുട്ടി മാത്രം, ബാക്കി 59 പേരും പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പെൺകുട്ടികൾ ഉന്നത കലാലയങ്ങളിലും അതുപോലെ തന്നെ പഠനരംഗത്തും ഏറെ മികവ് പുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്, അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണത്. നമ്മുടെ ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠനരംഗത്ത് അവർക്ക് എന്ത് സംഭവിക്കുന്നു, മുന്നോട്ട് വരാൻ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചർച്ച ചെയ്യണം, സാന്ദർഭികമായി സൂചിപ്പിച്ചതെന്ന് മാത്രം. എന്നാൽ അതോടൊപ്പം തന്നെ സർ പറഞ്ഞ വിഷയം, പെൺകുട്ടികൾ വളരെ ഉന്നതമായി മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ വിവാഹ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ അവർ നേടിയെടുത്ത ആ അറിവിനനുസരിച്ച് പരിഗണനയും ശ്രദ്ധയും കൊടുക്കാനും അവർക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ അവർക്ക് അനുയോജ്യമായൊരു ജോലി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഒരു പിടിവാശിയുടെ പേരിലോ അല്ലെങ്കിൽ ഈഗോയുടെ പേരിലോ അത് തടഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്ത, വൈ ആം സ്റ്റേ ഹിയർ വിത്ത് ദിസ് പേഴ്സൺ എന്നൊരു ചോദ്യമുണ്ടാവാം. എന്തുകൊണ്ട് ഞാൻ ഇയാളൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ സഹിച്ച് എല്ലാം എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കണം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഡിവോഴ്സ് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും, ഉത്തരം അതായി തീരും എന്നുള്ളതാണ്. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളുകളാണെങ്കിൽ അവർക്ക് നൽകേണ്ട അംഗീകാരം, ഒരുപക്ഷെ അവർക്ക് ജോലിക്ക് പോകേണ്ടതുണ്ടാവില്ല. നീ എന്തിനാ ജോലിക്ക് പോകണം, നിനക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ സേവന രംഗത്ത് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരു ജോലി എന്നതിനപ്പുറത്ത് അവരിലൂടെ ഒരുപാട് ആളുകളിലേക്ക് സേവനങ്ങൾ അർപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. ഒരുപക്ഷെ അതായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സർ അവിടെ ഒരു ചെറിയ ഇന്റർപ്രിറ്റേഷൻ, അതായത് നമ്മളെ സമൂഹം തിരിച്ചറിയേണ്ട വലിയൊരു സംഗതി, ഒരു നല്ല വർക്ക് ഫോഴ്സ്, നല്ലൊരു റിസോഴ്സ്, നല്ല മാനവ വിഭവശേഷിയാണ് ഇവര്. അവരുടെ ഈ കർമ്മശേഷിയെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ പറയുന്നത്. ജോലി എന്ന് പറയുന്നത് ജോലിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നില്ല. കൃത്യമായ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി അവരുടെ ലൈഫ് സ്കിൽസിനെ, അവരുടെ നൈപുണികളെ, അവരുടെ ഓൺട്രപ്രണർഷിപ്പ് സ്കില്ലുകളെ, അല്ലെ, സംരംഭകത്വം. ഇപ്പൊ ഈ സംരംഭകത്വം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടം ഇപ്പോൾ AI സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ ഓൺട്രപ്രണർഷിപ്പാണ്, സംരംഭകത്താണ്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ നമ്മുടെ വീട്ടിലിരിക്കെ തന്നെ അവരുടേതായിട്ടുള്ള അഭിരുചികളെയും കഴിവുകളെയും എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മുടെ സമൂഹ നിർമ്മിതിക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ രാഷ്ട്ര നിർമ്മിതിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് നമ്മൾ ഗവേഷണം നടത്തി, പഠനം നടത്തി, അതിനുള്ള പ്ലേസ്മെന്റ് നമ്മൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവര് ഈ ഒരു നീഡ്, ഇപ്പോൾ ദാഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെ, ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പീസ് റേഡിയോ ഇത്തരം ഒരു അവസരം തരുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അറിവാണ് വികാസം പ്രാപിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുകയാണ്. ഇതുപോലെ സ്ത്രീ സമൂഹത്തില് നല്ല അറിവുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് വനിതകളുണ്ട്. അവരുടെ ഈ സ്കില്ലുകളെ പ്രയോജനപ്പെടുത്താനുള്ള പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കപ്പെടണം. അത് വീടിന്ന് പുറത്തിറങ്ങണം എന്നല്ല പറയുന്നത്. വീടിന്ന് പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും ആ വീട്ടിൽ വെച്ച് തന്നെ അത് അഡ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുറെ ഇമോഷണൽ ഇഷ്യൂസ് അവിടെ സോൾവ് ചെയ്യപ്പെടും. കാരണം മേക്ക് ദം എൻഗേജ്ഡ്, ലിവ് ഇൻ ടൈറ്റ് ഷെഡ്യൂൾ കമ്പാർട്ട്മെന്റ്സ്. ഈ ഒരു പ്രയോഗമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതായത് നമ്മൾ നല്ല തിരക്കുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കാൻ പറ്റൂലല്ലോ. അതുപോലെയുള്ള ഒരു പാക്കേജ് ഇവരുടെ ലൈഫായി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ആകുന്ന മക്കളെ പോറ്റുക, കുടുംബം നോക്കുക, വീട് നോക്കുക, ഇത് മാത്രമാണ്. അതിന്റെ കൂടെ ആ ടൈം ടേബിളിൽ അവരുടെ സർഗശേഷിയും അവരുടെ അഭിരുചികളും അവരുടെ നൈപുണികളും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യാനുള്ള ഒരു കർമ്മ പദ്ധതി, അത് ഭർത്താവിന്റെ പങ്കാളിത്തത്തോടു കൂടി, ഒരു കൂടിയാലോചനയോടുകൂടി, പ്രോത്സാഹനത്തോടു കൂടി ആ വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ
കുറേ പ്രശ്നങ്ങൾ, സ്ത്രീകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സ്ത്രീകൾ ഈ പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിക്കുമ്പോഴാണ് അത് ഭർത്താക്കന്മാർക്ക് പ്രശ്നമായി മാറുന്നത്. അത് പൊതുവെ ആ ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, കുടുംബത്തിൽ പ്രശ്നമാണ്, സമൂഹത്തിന് പ്രശ്നമാണ്, എല്ലാവർക്കും. ഇതൊരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ പ്രശ്നം മാത്രമല്ല, അത് മുഖേന അവരുടെ കുടുംബമാകെ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻ, ടോക്സിക് എലമെന്റ് പുറത്തു വരും. അതെ അതെ, തീർച്ചയായും. അപ്പോൾ നമ്മൾ വളരെ നല്ലൊരു ചർച്ചയിലേക്കാണ് വീണ്ടും വഴി തുറന്നിട്ടുള്ളത്. അഥവാ ശാസ്ത്രലോകത്താവട്ടെ, ദീനീ രംഗത്താവട്ടെ, മറ്റു ഏത് മേഖലയിലാവട്ടെ, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പങ്കുകൾ വഹിക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും പഠനരംഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രരംഗത്ത് മുസ്ലിം സ്ത്രീകൾ നൽകിയ എത്രമാത്രം സംഭാവനകൾ ഇന്നും പച്ചയായ സത്യമായി യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദീനീ രംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ടുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ വഹിച്ച, വനിതകൾ വഹിച്ച പങ്ക് എത്രമാത്രം വലുതാണ്. അപ്പോൾ ആധുനിക ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ വീടുകളിലൊക്കെയുള്ള സ്ത്രീകൾ അവരുടെ സ്കില്ലുകൾ ആൻഡ് ആറ്റിറ്റ്യൂഡ് അതിനനുസരിച്ച് അവർ നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് കൊണ്ട് ചെയ്യാനും ഇടപെടാനും അതുപോലെ തന്നെ അവരെക്കൊണ്ട് സമൂഹത്തിനും ഗുണം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഭർത്താക്കന്മാർ, വീട്ടിലെ മറ്റു അംഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിലാക്കി ഇവർക്ക് കൊടുക്കേണ്ട അർഹമായ ഒരു സ്ഥാനവും അതുപോലെ തന്നെ അർഹമായൊരു ഇടവും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദാമ്പത്യ വിവാഹമോചന ചിന്തകൾ കുടുംബത്തിൽ ഉണ്ടാവില്ല. മാത്രമല്ല വളരെ ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ ഒരു ശാസ്ത്രീയമായൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാടുകളിൽ +2 തലം വരെ ഫ്രീ എഡ്യൂക്കേഷനാണ്. അത് കഴിഞ്ഞാൽ ഡിഗ്രി തലത്തിലും പലപ്പോഴും വളരെ ചെറിയ ഫീസുകളാണ്. സർക്കാർ പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഏകദേശം ഒരു ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു +2 തലത്തിൽ വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി അവിടെയുള്ള ബെഞ്ച് ഡെസ്ക് സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ, അധ്യാപകരുടെ സാലറി, അഥവാ +2 കഴിഞ്ഞ് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെലവഴിക്കുന്നത് ഒരു ഭീമമായ സംഖ്യയാണ്. അത് കണക്കാക്കിയാൽ അത്രയും വലിയൊരു സംഖ്യ ഓരോ കുട്ടികൾക്കും വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ ആ രാജ്യത്തിനോടും ആ സംവിധാനങ്ങളോടും ചെയ്യുന്ന ഒരു നന്ദികേട് കൂടി ആവില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അഥവാ മറ്റാർക്കോ കിട്ടേണ്ട സീറ്റുകൾ പഠന മികവ് കൊണ്ട് ഈ പെൺകുട്ടികൾക്ക് ലഭിച്ചു. അവർ പഠിച്ചു മുന്നേറി ഒരു തൊഴിൽ നേടാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നു. അതിനും സർക്കാർ സംവിധാനത്തിലൂടെ പഠിച്ചു. ഇത്രയും വളരെ ടൈറ്റായ ആ കോഴ്സിന് പഠനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം ലഭിക്കുകയും പഠിക്കുകയും ചെയ്ത് അവർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി പിന്നീട് അവർ പഠിച്ച ആ മേഖലയിൽ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ച ആ സമ്പത്ത്, അത് സർക്കാരിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പൊതുസമ്പത്ത് കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു സമ്പത്തിനെ ഒരു പരിഗണനയുമില്ലാതെ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയുമില്ലാതെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് കൂടി തുല്യമല്ലേ എന്നൊരു ചിന്ത കൂടി ഇവിടെ പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അർഹമായ സ്ഥാനത്തോടുകൂടി ഒരു പരിഗണനയോടുകൂടി നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് വീട്ടിലിരുന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇടപെടാൻ പറ്റിയ പ്രയാസങ്ങളില്ലാത്ത മേഖലയിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു തടസ്സമല്ല. ആ രൂപത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കോവിഡ് എന്നുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഒരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടായ വർക്ക് അറ്റ് ഹോം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അത് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാന്നാണല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന, മോണിറ്ററി ബെനിഫിറ്റ് നേടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇപ്പൊ ഹിഫ്ള് കൈവശം പഠിപ്പിക്കുന്ന ഒരുപാട് അക്കാദമികളുണ്ട്. അത് ഓൺലൈൻ സംവിധാനത്തിൽ കൂടിയാണ് റൺ ചെയ്യുന്നത്. ഇതുപോലെ ഈ ഓൺലൈൻ സംവിധാനത്തെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവരുടെ സ്കില്ലുകളെ നമ്മൾ കണ്ടെത്തണം. മറ്റൊന്ന്, ഈ ഡ്യൂട്ടീസ് കുറെ ഷെയർ ചെയ്യപ്പെടണം അല്ലെ. പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് പ്രാവീണ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്യാം. എന്നാൽ സ്ത്രീകൾക്ക് കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റു കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അസിസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അവർ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ഒരു ഇടം കിട്ടുകയാണ് അല്ലെ. വെറുതെ ഒരാള് ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് ഹോം എന്നൊരു ചൊല്ലുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ പൈശാചിക ഭവനമാണ്.
അല്ല വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ എല്ലാ ഷെയ്ത്താന്മാരും ഇറങ്ങി വരിക. അപ്പോൾ ഇവർക്ക് എൻഗേജ്മെന്റ് ഉണ്ടാവുമ്പോൾ നല്ല കാര്യങ്ങളിൽ നിരന്തരം എൻഗേജ് ചെയ്യാനുള്ള അവസരം സ്ത്രീകൾക്ക് ഉണ്ടാവുമ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള സൃഷ്ടിപരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും. ഇത് ഡിസ്ട്രക്റ്റീവായ ചിന്തകൾ വരാനുള്ള കാരണം എന്താണ്? എല്ലാം നിങ്ങൾക്ക് എല്ലാറ്റിനും അവസരമുണ്ട്, എനിക്കൊന്നിനും അവസരമില്ല. അപ്പോൾ അതിനെ പോസിറ്റീവ് ട്രൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഭർത്താവിൻ്റെ ഡ്യൂട്ടി ഭർത്താവ് ചെയ്താൽ തന്നെ കുറേ കുടുംബ കലഹങ്ങൾ, ഡൈവേഴ്സിൽ നിന്നുള്ള മോചനം സാധ്യമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിനെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതിലൊരു വളരെ നല്ല ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞു. അതുപോലെ പരിഗണന, സമയം ചെലവഴിക്കുന്നത്, സ്കില്ലുകൾ ഉള്ള വിദ്യാഭ്യാസം നേടിയ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് നൽകേണ്ട ഒരു പരിഗണനയും ശ്രദ്ധയും, അതുപോലെ തന്നെ അവർക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലയിലേക്ക് ഇടപെടാനുള്ള ഒരു അവസരവും നൽകിയാൽ ദാമ്പത്യ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ നല്ലൊരു കാര്യമാണ്. ഇനി ഇതുപോലുള്ള റീസണുകൾ ഉണ്ടോ? പിന്നെ ഈ ഡിവോഴ്സിലേക്ക് വരാനുള്ള വലിയൊരു കാരണം ശാരീരിക മാനസിക പീഡനങ്ങളാണ് അല്ലേ? നാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ വലിയ ഒരു തത്വം. രണ്ടവയവങ്ങളുടെ കാര്യത്തിൽ ജാമ്യം നിൽക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ കാര്യം ഞാൻ ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞതിൽ ഒന്ന് നാവാണ്. അപ്പോൾ ഈ നാവിനെ ഈ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് പെണ്ണിന്റെ കുടുംബത്തെ ബിലിറ്റിൽ ചെയ്യുന്ന സംസാരങ്ങൾ ഭർത്താവ് നടത്തുമ്പോൾ അവരുടെ വ്യക്തിത്വമാണ് ഇല്ലാതാവുന്നത്, അവരുടെ കുടുംബത്തെയാണ് ഇവർ അപമാനിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ ശാരീരിക പീഡനങ്ങൾ, ചില ഭർത്താക്കന്മാരെങ്കിലും അവരുടെ ഈർഷ്യം മുഴുവനും പ്രകടിപ്പിക്കാൻ വേണ്ടി ഭാര്യമാരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചിലവർ ശാരീരികമായിട്ട് അടിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു കൗൺസിലിംഗ് കേസിൽ ഭർത്താവ് വലിയ ശുണ്ടിക്കാരനാണ്, ദേഷ്യക്കാരനാണ്. അപ്പോൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പിന്നെ അവർ പറഞ്ഞത് ഭാര്യയുടെ ചെവിയാണ് ഇയാൾ പോയിട്ട് കടിച്ചത്. കാരണം ഭാര്യ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പോലും ഇയാൾ പോയിട്ട് ചെവി കടിച്ചു എന്ന് പറഞ്ഞാൽ അത് സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈർഷ്യ അത്രയധികം പ്രകടിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, മുൻകോപമുള്ള ആളുകൾ. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ശൈത്താനിയത്ത് വരുന്നത് അവരുടെ ജീവിതത്തിൽ വീടുകളിൽ അത്തരത്തിലുള്ള ഒരു മാഹൗലാണ് ഉള്ളത്. കാരണം പിശാചിന് വേരോട്ടം ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ആ വീട്ടിലുണ്ട്. അള്ളാഹുവിന്റെ ദിക്ർ അനുസ്മരിക്കുന്നതിന് ബദൽ അല്ലെങ്കിൽ അത് ലൈവ് ആകുന്നതിന് ബദൽ അള്ളാഹുവിന്റെ ദിക്റിനെ മറക്കുന്ന എല്ലാ സംവിധാനങ്ങളും സജീവമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലും മക്കളും തമ്മിലും ഒക്കെ കലഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ശാരീരികമായ പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഇയാളുടെ മുമ്പിൽ തന്നെയാണല്ലോ ഞാൻ എൻ്റെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നത്. ഈ മക്കളുടെ ഉപ്പ എന്നെ അയാളെ ഏൽപ്പിക്കുമ്പോൾ വാപ്പ സുരക്ഷിതമായ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അധ്യാപനം മീസാഖൻ അലിയില 1. 2 വാഷിറൂന ബിൽ മാറൂഫ്, ഏറ്റവും മാന്യമായിട്ടാണ് ആ പെണ്ണിനെ ഡീൽ ചെയ്യേണ്ടത്. ഒരു വളവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആ വളവുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അവരിൽ നിന്ന് ബുദ്ധിശൂന്യമായ സംസാരങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അവിടെ നമ്മൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ് ഭർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അല്ല എങ്കിൽ കുടുംബം ശിഥിലമാവും. അതുകൊണ്ട് ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഭാര്യയോടാണ് ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത്. അല്ലെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഏറ്റവും നല്ലവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് തന്റെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്തൊക്കെ അപാകതകളുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ നമ്മളത് തിരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ വൈവാഹിക മോചനത്തിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഗാർഹിക പീഡനങ്ങൾ അത് മാനസികമായി ശാരീരികമായി പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു വില്ലൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം പ്രാധാന്യത്തോടുകൂടി നാം ശ്രദ്ധിക്കുക. അവിടെ ഏറ്റവും നന്നായി തൻ്റെ ഇണയോട് പെരുമാറുന്ന ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ എന്നാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ തൻ്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, ഉത്തമൻ ആരാണെന്ന് ചോദിച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തങ്ങളുടെ വീട്ടുകാരോട് അഥവാ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആൾ എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോരായ്മകൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഉണ്ട്. സ്ത്രീകളിൽ ഒരുപക്ഷെ അത് കൂടുതലാവാം.
അവർക്കൊരു കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ കുറവിനെ വിട്ടേക്കൂ, അവരിലുള്ള ഒരുപാട് ഗുണങ്ങളില്ലേ, ആ ഗുണങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ മുന്നോട്ട് പോവുക. ഇനി ഈ ഗാർഹിക പീഡനങ്ങൾ, മാനസിക പീഡനം, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഇത്രയും കാലം സ്ത്രീകൾക്കായിരുന്നു നേരിട്ടത് എങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു റിവേഴ്സ് അല്ലെങ്കിൽ ഒരു റിവെഞ്ച് ആ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പീസ് റേഡിയോയിൽ തന്നെ ലഭിച്ച ചില ഫീഡ്ബാക്കുകൾ, അഥവാ ഇത്രയും കാലം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതും അഡ്രസ്സ് ചെയ്തിരുന്നതും പുരുഷന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നെങ്കിൽ ഇന്ന് അതേ കാര്യം തിരിച്ചും ഭാര്യമാരിൽ നിന്നും തിരിച്ച് ഭർത്താക്കന്മാർക്കും അനുഭവിക്കുന്ന. അതെ, നമുക്ക് ശരിക്ക് ഇപ്പൊ ഇത് 2 ടോപ്പിക്കായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് 2 എപ്പിസോഡിലായിട്ട് അത് ചർച്ച ചെയ്തു വരുന്നത് ഒരു ഭാര്യ അവരുടെ മനസ്സിൽ ഡിവേഴ്സ് എന്നുള്ള ചിന്ത ഉദിക്കാനുള്ള ബേസിക് റീസൺസ് എന്താണെന്നാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് വേർഷനിൽ ഭാര്യമാര് മറ്റ് സ്ത്രീകളെ തേടി പോകുന്ന ദുരവസ്ഥ ഉണ്ട്. ഭർത്താക്കന്മാര് മറ്റ് സ്ത്രീകളെ അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തിലേക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് സാർവത്രികമുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പോൺ അഡിക്ഷനിലേക്കും വിവാഹേതര ബന്ധത്തിലേക്കും ഒരു പുരുഷൻ എത്തിപ്പെടുന്നു, അതൊരു വലിയ ചർച്ചയാണ്. അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക് നമുക്ക് ഡീൽ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കുക, അഥവാ ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ള, പ്രത്യേകിച്ച് പുരുഷന്മാർ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന് പലപ്പോഴും ബലിയാടാവുന്ന നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണെന്നുള്ളതാണ്. ഇന്നലെ വന്ന ഒരു കമൻറ്റ്, കിട്ടിയ ഒരു മെസ്സേജ് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ, എനിക്കും മക്കൾക്കും ജീവിക്കാൻ വയ്യ. എത്രത്തോളം കാലമാണ് ഇദ്ദേഹത്തിൻ്റെ ആട്ടും ചവിട്ടും അതുപോലെ തന്നെ ശകാരവും ദ്രോഹങ്ങളും സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ദാമ്പത്യ ജീവിതം തകരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഭർത്താക്കന്മാരുടെ ഇതുപോലെ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ വളരെ മാന്യന്മാരായ ഏവർക്കും 100 അഭിപ്രായം പറയാൻ സാധിക്കുന്ന ആളുകൾ വീട്ടിലേക്കെത്തുമ്പോൾ ഈ രൂപത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരേ മുഖമേ ഉണ്ടാവാവൂ, അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും സുന്ദരമായ മുഖം നമ്മൾ കാണിക്കേണ്ടത്, പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വീടുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം, അഥവാ നമ്മൾ ചുറ്റുഭാഗത്തും ജീവിക്കുന്നവരൊക്കെ കീറിപ്പറിച്ച് ജീവിക്കുകയും പുറത്ത് വളരെ സന്തോഷകരമായി ഏറ്റവും നല്ലവനായി ജീവിക്കുക എന്നുള്ളത് ഒരു പുറംപൂച്ച് കാണിക്കലാണല്ലോ. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയാൻ ശ്രമിക്കുക എന്നുള്ളത്, അഥവാ ഒരു കണ്ണാടി പോലെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണ്, നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെയാണെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. നമ്മളിൽ നിന്നും ഏറ്റവും നന്മകൾ ലഭിക്കേണ്ടവർ, നമ്മുടെ എല്ലാവിധ നല്ല ഗുണങ്ങൾ ലഭിക്കേണ്ടത് ഏറ്റവും അർഹരായ ആൾ, ഹൂ ഇസ് ദ ഫസ്റ്റ് ഡിസേവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഒരു വിവാഹമോചനത്തിൻ്റെ ചിന്തകളോ ചോദ്യങ്ങളോ അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അല്ല, ഈ പെൺകുട്ടികൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ജീവിതം കണ്ടിട്ട് അവർക്ക് തന്നെ എന്ത് തോന്നുകയാണ്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അപ്പോൾ എനിക്ക് ദാമ്പത്യ ജീവിതം വേണ്ട എന്നൊരു ചിന്ത കുട്ടിയിൽ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ മാതാപിതാക്കളുടെ കലഹങ്ങളാണ്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ വലിയ മറ്റൊരു കാരണം താരതമ്യ പഠനം. അതായത് ഈ അടുത്ത് വന്നൊരു കേസിൽ ഭാര്യ പറയാണ് മൂത്തച്ചിയെ അല്ല, അതായത് ജ്യേഷ്ഠന്റെ ഭാര്യ, അപ്പൊ ജ്യേഷ്ഠന്റെ ഭാര്യനെ കണ്ടുപഠിക്ക്, അല്ലെങ്കിൽ ഇന്നാളെ കണ്ടുപഠിക്കൂ. അതായത് ഈ ഒരു താരതമ്യ പഠനം, കമ്പാരിറ്റീവ് സ്റ്റഡി എന്നുള്ളത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിയും യുണീക്കാണ്, അതുല്യവരാണ്. അപ്പൊ എന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരാളെ പോലെ ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭർത്താവ് ഇന്ന ആളുടെ വൃത്തി കണ്ടുപഠിക്കും, ഇന്ന ആളുടെ വേഷവിധാനം കണ്ടുപഠിക്കും, ഇന്ന ആളുടെ പാചകം കണ്ടുപഠിക്കും, ഇന്ന ആളുടെ പെരുമാറ്റം കണ്ടുപഠിക്കും. ഇതിങ്ങനെ ഉരുളക്കുപ്പേരി ഉരുവിടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുകയാണ്, ഞാൻ എന്തിനാ അയാളെ കൂടെ ജീവിക്കുന്നത്, ഇയാൾക്ക് അയാളെ കല്യാണം കഴിച്ചാൽ പോരെ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതൊക്കെ ഒരു ആവേശ കമ്മിറ്റിയായിട്ട് സംസാരിക്കുന്ന സംസാരങ്ങളാണ്, വികാരത്തിനടിമപ്പെട്ടുള്ള സംസാരങ്ങൾ. പലപ്പോഴും വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നത് ഇത്തരം വാക്കുകളാണ് അല്ലെ. ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ ഡിറ്റാച്ച്മെന്റ് ആക്കുന്നതായിരിക്കും ഈ സംസാരം അല്ലെ. ഇപ്പോൾ ഭാര്യ നല്ല ഒരു പാചകം ചെയ്ത് ഭക്ഷണം മുന്നിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ പാചകം ചെയ്ത ഭക്ഷണത്തെ കുറ്റം പറയുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് ഒരാൾ കൊണ്ടുവന്ന ആ ഫുഡ്, അത് അയൽവാസിനി
കൊണ്ടുവന്ന ഫുഡായിരിക്കും, അത് ഏറ്റവും സൂപ്പർ ടേസ്റ്റിയാണ്. എന്നിട്ട് ആ ഉണ്ടാക്കി അവളെ ഞാൻ മദഹ് ചെയ്യുകയാണെങ്കിൽ ഭാര്യയ്ക്ക് എത്ര ഫീൽ ചെയ്യും? ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഒരു പെൺകുട്ടിക്ക് മറ്റ് സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, സ്ത്രീകളോട് കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിൽ മറ്റ് സ്ത്രീകളെ കുറിച്ച് വിവരിച്ചു കൊടുക്കരുത് അല്ലെ. അങ്ങനെ വിവരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭർത്താവിന് ആ സ്ത്രീയോട് ഒരു താല്പര്യം തോന്നാനുള്ള കാരണമാവും. അപ്പോൾ അത്രമാത്രം ഇസ്ലാം ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പ് എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് മെരിറ്റൽ ലൈഫിനെ സംബന്ധിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ശരിയായ അവബോധം ഇന്നത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയും ഇപ്പോൾ ഫിസിക്സ് പഠിക്കാൻ പോകുന്നു, ജിയോളജി പഠിക്കാൻ പോകുന്നു, MBBS പഠിക്കാൻ പോകുന്നു, അവിടെ ഒന്നും എങ്ങനെ ഭാര്യയും ഭർത്താവും നല്ല ദാമ്പത്യ ജീവിതം നയിക്കണം എന്നുള്ള പഠനം, ധാർമ്മിക പഠനം, എത്തിക്സ് പഠിപ്പിക്കുന്നില്ല അല്ലേ. അപ്പോൾ MBBS കംപ്ലീറ്റ് ചെയ്ത ഒരാൾ പെട്ടെന്ന് വിവാഹം ചെയ്യപ്പെടുകയാണ്. ചെയ്യപ്പെടുന്നതിന് മുമ്പ് പ്രീ റിക്വിസിറ്റ് ആയിട്ടുള്ള, അതിന് മുന്നോടിയായിട്ടുള്ള ഇത്തരം കോഴ്സ് കിട്ടാത്തത് കൊണ്ട് അവർ യാന്ത്രികമായിട്ടൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായി ബിഗിനിങ്ങിൽ തന്നെ ഒരുപാട് എറേഴ്സ്, ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു. പിന്നെ അത് റിപ്പയർ ചെയ്യാൻ വലിയ വില കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വീണ്ടും സ്നേഹക്കൂടിൽ ഊന്നി പറയാനുള്ള വിഷയം, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ആൺകുട്ടികളാണ് അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്, പെൺകുട്ടികൾ ആ രംഗത്ത് കുറച്ചുകൂടി മുന്നിലാണ്. കാരണം ഇത്തരം പ്രീ മാരിറ്റൽ കോഴ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പഠിതാക്കളായി വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആൺകുട്ടികൾ സ്വയം മനസ്സിലാക്കുന്നത്, എനിക്ക് അത്തരം കോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കൊക്കെ അറിയാമെന്ന്. എന്നാൽ ഒരു ചുക്കും അറിയില്ല. പലപ്പോഴും എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ഉന്നത ബിരുദങ്ങളുള്ള ആളുകൾ കൗൺസിലിങ്ങിന് എത്തുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന കാര്യം, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത്തരം പഠനങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്നത് ഏറ്റവും വീക്ക് പുരുഷന്മാരാണ്. പുരുഷന്മാർക്കാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തത്. അതുകൊണ്ട് നിർബന്ധമായും മഹല്ലടിസ്ഥാനത്തിൽ, മുമ്പൊരിക്കൽ സ്നേഹക്കൂടിൽ ഞാനിത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, മഹല്ലടിസ്ഥാനത്തിൽ നിർബന്ധമായിട്ടും പ്രീ മാരിറ്റൽ കോഴ്സ് കൊടുക്കുക എന്നുള്ളത് വിവാഹത്തിന് മുമ്പുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആക്കണം. ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിൽ വളരെ കൃത്യമായ മാനദണ്ഡം സ്വീകരിക്കുന്നുണ്ട്. അതേ അവസ്ഥ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം ഡൈവേഴ്സുകളുടെ എണ്ണം കുറക്കാൻ നമുക്ക് സാധിക്കും. ഏതായിരുന്നാലും സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ, അഥവാ ഇത് സെക്കൻഡ് എപ്പിസോഡാണ് ഈ ഒരു വിഷയത്തിൽ, എന്തുകൊണ്ട് സ്ത്രീകൾ ഒരു വിവാഹമോചനം ആവശ്യപ്പെടുന്നു എന്നൊരു ചോദ്യം, അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ തേടാൻ വേണ്ടി പരിശ്രമിച്ചത്. ഒരുപാട് റീസണുകൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ പല റീസണുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വരുന്നവയാണ് എന്ന് കൂടിയാണ് നമ്മളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത്. ഏതായിരുന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവയിൽ പറഞ്ഞ കാര്യങ്ങൾ, തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സ്നേഹക്കൂട് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. എന്തായിരുന്നാലും അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏറ്റവും നല്ല ഹൈറും ബർക്കത്തുമുള്ള കുടുംബമായിട്ട് നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ, പഠിക്കാൻ, അത് ദീനീ രംഗത്തൊക്കെ എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് അന്വേഷിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള അവസരങ്ങൾ നൽകട്ടെ. ഇന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യനായ സാറിനുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടാവണം, ഈ സ്നേഹക്കൂടിൻ്റെ പ്രോഗ്രാം ഉണ്ടാവണം, പീസ് റേഡിയോ സംവിധാനങ്ങൾ ഉണ്ടാവണം, നമ്മുടെ പണ്ഡിതന്മാരുണ്ടാവണം. എല്ലാവരെയും നിങ്ങളുടെ പ്രാർത്ഥന ഉൾക്കൊള്ളിക്കുക. അള്ളാഹു നമുക്കൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.